ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ആണ്, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് അതിനുള്ളിൽ നോക്കാം. ടോപ്പിക്സ് കവർ ചെയ്യാൻ പോകുന്നത് അണ്ടർ ദിസ് പെർട്ടിക്കുലർ യൂണിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ്, അതിന്റെ മീനിങ്, അതിന്റെ കുറച്ച് ടൈപ്സ് ഉണ്ട് ആൻഡ് വാട്ട് ദ ഫോർമാറ്റ് ഓഫ് ഓൾ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് ഇതേ ഏരിയയിൽ കവറപ്പ് ആവുന്ന ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. എഗെയിൻ കംസ് അണ്ടർ സർട്ടൻ ചില ടെക്നിക്കുകളാണ് ഫിനാൻഷ്യൽ അനാലിസിസിൽ ഉപയോഗിക്കുന്നത്. റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന അവസാനത്തത് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയോട് കൂടി ഈ യൂണിറ്റ് അവസാനിച്ചു. സോ ഇപ്പൊ നമുക്ക് തുടക്കം തൊട്ട് വാട്ട് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക് ഇസ് യുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനീസ് എന്താ നോക്കാം. ആസ് ആൻ ഇൻട്രൊഡക്ഷൻ, സെക്ഷൻ 128 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. സെക്ഷൻ 128 എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കമ്പനി ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ വാട്ട് ആർ ദ റെലവെന്റ് ഡോക്യുമെന്റ്സ് ടു ബി കെപ്റ്റ് ആൻഡ് ഏതൊക്കെ ബുക്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു കമ്പനിക്കകത്ത്, അത് പറയുന്ന അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ 128 ആണ്. സോ വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ 128 എന്ന് പറയുന്നത് ഒരു കമ്പനിക്കകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആൻഡ് വാട്ട് ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ബുക്സുകൾ വെക്കുന്നതിന് കാരണം യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതായത് ആര് പുറത്തുനിന്ന് നോക്കിയാലും അല്ലെങ്കിൽ കമ്പനിക്ക് അകത്ത് നിന്നുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കിയാലും എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ ആയിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നു എന്ന വിശ്വസ്തത വരുത്താൻ വേണ്ടിയാണ്. ആൻഡ് വി ആർ കീപ്പിംഗ് എ വെരി ഫെയർ വ്യൂ. എന്താണോ നമ്മൾ ബിസിനസ്സിൽ ശരിക്കും സംഭവിക്കുന്നത് അത് തന്നെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കാണിക്കുന്നതിനുള്ള പർപ്പസ് ആണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സതുദ്ദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പർപ്പസ് ഓർ ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഇറ്റ്. സോ വാട്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, എന്തിന്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിങ് ബേസിസിലാണ് സെക്ഷൻ 128 പ്രകാരം ബുക്സ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബേസിക്കലി ഓൺ എക്രൂവൽ ബേസിസ് എന്ന് പറയും. അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതെന്ന് പറയും കൊമേഴ്സിന്റെ. എന്താണ് അക്രൂവൽ ബേസിസ് എന്നും ക്യാഷ് ബേസിസ് എന്ന രണ്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്സ് ഉണ്ട്. ആൻഡ് അതിൽ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എപ്പോഴാണ് സംഭവിക്കുന്നത് അന്നേരം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പൈസ കിട്ടിയോ ഇല്ലയോ എന്നല്ല. നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിച്ചു, ആ സാധനം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പേന കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് മേടിച്ചു. ക്യാഷ് ഞാൻ വാങ്ങിയാലും അയാൾ ക്യാഷ് പിന്നെ തരാം എന്ന് പറഞ്ഞാൽ പോലും ദാറ്റ് ഹാസ് ടു ബി റെക്കോർഡ്. അത് സാധാരണ ഓർഗനൈസേഷൻസിലാണെങ്കിൽ പോലും, വെദർ ഇറ്റ് ഇസ് ഇൻ കമ്പനീസിലാണെങ്കിൽ പോലും നമ്മൾ എന്താണ് അക്രൂവൽ ബേസിസിൽ മാത്രമാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, കമ്പനിക്ക് അകത്ത് ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്തത് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ആണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. കമ്പനിക്കകത്തുള്ള ഓരോ ട്രാൻസാക്ഷൻസും അക്രൂവൽ ബേസിസ് ആണെന്ന് പറഞ്ഞു. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 128. ഇത് എവിടെയാണ്, ഇത് ഏത് സെക്ഷൻ ആണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു. സെക്ഷൻ 128 പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് അക്കൗണ്ടിങ് ബേസിസ് ആണ്? അക്രൂവൽ അക്കൗണ്ടിങ് ബേസിസിലൂടെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഏത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെയാണ്. പിന്നെ നമ്മൾ എല്ലാ ഓർഗനൈസേഷൻസിലും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഉള്ള കാലഘട്ടത്തിൽ പെട്ടെന്ന് അല്ലെ നമ്മൾ പേപ്പർ മോഡിലൂടെയും നമ്മൾ എഴുതുകയാണ്. പേപ്പർ ആയിട്ട് ഫിസിക്കലായിട്ട് നമ്മൾ കീപ്പപ്പ് ചെയ്യാറുണ്ട് ഡോക്യുമെന്റ്സ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇലക്ട്രോണിക് മീഡിയയിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കണം. നമ്മൾ പറയില്ല, അറിയാതെ എങ്ങനെ ഓഫീസോ പേപ്പറോ കത്തിപ്പോയാല് ആ ഒരു രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇറ്റ് ഇസ് ബെറ്റർ ടു കീപ് ഓർ സേഫ് എന്ന് പറയുന്നത് രണ്ട് മീഡിയാസിലും, ഇലക്ട്രോണിക് മീഡിയയിലും കമ്പ്യൂട്ടറുകളിലകത്ത് ഈ റെക്കോർഡ് സൂക്ഷിക്കണം. അതേസമയം തന്നെ പേപ്പറിലും നമ്മൾ റെക്കോർഡിക്കലി ചെയ്യണം. ഇനി എത്ര വർഷം ഇത് കമ്പനി തുടങ്ങിയിട്ട് കുറെ കാലം ആവുമല്ലോ. ചില കമ്പനീസ്, അംബാനിയുടെ കമ്പനിയൊക്കെ ആണെങ്കിൽ ഒത്തിരി കാലം ഇത് റെക്കോർഡിക്കലി ചെയ്യേണ്ടി വരും അല്ലെ. ഒരുപാട് കാലം ഒന്നും വേണ്ട കേട്ടോ. അത് ആ കമ്പനി ജനിച്ച സമയം തൊട്ട് ഇന്നേ വരെയുള്ള ഡേറ്റ ഒന്നും ആവശ്യമില്ല. പരമാവധി കീപ്പപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റ് അതും കമ്പനീസ് ആക്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 8 വർഷമാണ്. കഴിഞ്ഞ 8 വർഷത്തെ ഡോക്യുമെന്റുകൾ മാത്രം നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയയിലൂടെയോ അല്ലെങ്കിൽ പേപ്പർ മോഡിലൂടെയോ മാത്രം സൂക്ഷിച്ചു വെച്ചാൽ മതി. നോട്ട് അറ്റ് ദ ടൈം ഓഫ് ദി ബർത്ത്. നിങ്ങളുടെ ജനനം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ജനന സമയം തൊട്ട് ഇന്നേ വരെ വേണ്ട. കഴിഞ്ഞ 8 വർഷത്തെ ഡോക്യുമെന്റ്സ് ആയിരിക്കണം നിങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിപ്പോ പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരികയാണെങ്കിൽ സെക്ഷൻ 129 ആണ്. പഠിക്കാൻ എളുപ്പമാണ്. 128ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് 129. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 2013 പ്രതിപാദിക്കുന്നു. സെക്ഷൻ 129 എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഏതൊക്കെ തരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പർപ്പസ് രണ്ടുപേർക്കും സെയിം ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കേണ്ടതിന്റെ ആവശ്യകതയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയും സെയിം ആണ്. ദാറ്റ് വി ഹാവ് ടു ഗിവ് എ ട്രൂ ആൻഡ് എ ഫെയർ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കമ്പനിക്കകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു ട്രാൻസ്പാരൻസി, നമ്മൾ പറയില്ലേ സുതാര്യത എന്ന് പറയുന്നത്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ 133 ആണ്. 133ക്കകത്ത് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലായിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് ഷെഡ്യൂൾ 3യിൽ ഇഗൈൻ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അകത്ത് ഷെഡ്യൂൾ 3യിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ബാലൻസ് ഷീറ്റ് നമുക്ക് പരിചിതമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ഇതെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് കഥ തുടരും. അടുത്ത സ്ലൈഡിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അല്ലെ. ആ തുടർന്ന് കഥയിൽ കാണാം ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കമ്പനീസ് വെക്കേണ്ടത് എന്നുള്ളത്. അതായത് ഒന്ന് മനസ്സിലാക്കുക, ഒരു കമ്പനിക്കകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കേണ്ട ഇതെന്ന് പറയുന്നത് ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3ന്റെ അകത്ത് പറയുന്ന ഒരുപാട് ക്ലാസസ് ഓഫ് കമ്പനീസ് ഉണ്ട്. അത് അസോസിയേറ്റ് ആവാം, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആവാം, ഒരു ഫേം ആവാം, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആവാം, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആവാം. സോ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസസ് ഓഫ് കമ്പനീസ് ഉണ്ട്. അവർ കീപ്പപ്പ് ചെയ്യേണ്ട ഓരോ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ അത് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ 3 ആണ് ഓഫ് കമ്പനീസ് ആക്ട് 2013. വളരെ വ്യക്തമായി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സെക്ഷൻ 128 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സെക്ഷൻ 129 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആൻഡ് ഷെഡ്യൂൾ 3 എന്താണ് അതിന്റെ അകത്ത് ഉള്ളടക്കത്തിൽ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കും. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 40. ഈ സെക്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് PSCക്ക്. എപ്പോഴാ വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഒരു 3 സെക്ഷൻ ഇപ്പൊ തന്നെ കവർ ചെയ്തു. സെക്ഷൻ 128, സെക്ഷൻ 129 ആൻഡ് സെക്ഷൻ 2 സബ്സെക്ഷൻ 40. അതിലെന്താ പറയുന്നത് നോക്കാം. ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് കീപ്പപ്പ് ചെയ്യേണ്ടത്? ഒന്ന്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അത് സാധാ കമ്പനികളുടെ കാര്യം. സാധാരണ കമ്പനികളിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലാണെങ്കിൽ PNL തന്നെയാണ്, പക്ഷെ പേര് മാറും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് വിളിക്കുക. വി ഹാവ് ടു കീപ്പ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഇൻ സർട്ടൻ കമ്പനീസ്. സാധാരണ കമ്പനികളിൽ നമ്മൾ കാണപ്പെടുന്ന കമ്പനികളിൽ എന്ത് തന്നെയാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ അംബാനിയുടെ കമ്പനി, റിലയൻസ്, ട്രെൻഡ്സ്, സുഡിയോ, ടാറ്റയുടെ കമ്പനികൾ, ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേര്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അതേസമയം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഓർഫനേജ് അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോംസ്, അവയെല്ലാമാണ് ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സേവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്. അവർക്ക് പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതല്ല, അവരുടെ രീതി അതാണെങ്കിൽ പോലും പേര് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് വെച്ചാൽ പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട്. ഷെഡ്യൂൾ 3 പരിചിതമാണ് നമുക്ക് ഓൾറെഡി. തൊട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഷെഡ്യൂൾ 3യിൽ പറയുന്നത്. സോ ഷെഡ്യൂൾ 3ക്കകത്ത് പാർട്ട് 2ൽ പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച്. രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. കേട്ട് പരിചിതമാണ് ബാലൻസ് ഷീറ്റ്. ഒന്ന് ആലോചിക്കാൻ വെച്ചാൽ മതി. P&L അക്കൗണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പാർട്ട് 2ഉം ബാലൻസ് ഷീറ്റ് പാർട്ട് 1ലുമാണ് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പ്രതിപാദിക്കുന്ന പട്ടിക ഷെഡ്യൂൾ 3 തന്നെയാണ്. പക്ഷെ ഭാഗം പാർട്ട് 1 ആണ്. ബാലൻസ് ഷീറ്റ് പാർട്ട് 2 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടെണ്ണം ഇല്ലേ, അപ്പൊ അത് രണ്ടെണ്ണമായിട്ട് തന്നെ പഠിക്കാം. പാർട്ട് 2. മൂന്നാമത് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അഞ്ചാമത്തത് നോട്ട്സ് ടു അക്കൗണ്ട്. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പ്രിപ്പയർ ചെയ്യാറില്ല.
ഇക്വിറ്റി ഷെയറുകളിൽ വരുന്ന മാറ്റങ്ങൾ, ഷെയർ ഹോൾഡിങ്സ് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ മാറുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നത്. സോ നാലാമത്തത് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി 4 സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓർ ബാലൻസ് ഷീറ്റ്, ഓർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യണം എന്ന് കാണിക്കുന്നത്. The other one is profit of P&L. നമ്മളിപ്പോ പറഞ്ഞില്ലേ, അപ്പൊ ആദ്യം ഒരു ഓർഡർ ഉണ്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യമേ കയറി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് നേരത്തെ പഠിച്ചതുപോലെ തന്നെ അക്കം അനുസരിച്ച് തന്നെയാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഒരു കമ്പനീസ് ആക്ട് 2013 വേർട്ടിക്കൽ ഫോമിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പണ്ട് നമ്മള് കമ്പനീസ് ആക്ട് 2 ഉണ്ട് എന്നറിയാമോ എന്നറിയില്ല, പറയാം. കമ്പനീസ് ആക്ട് 1956 ഒരു കമ്പനി ആക്ട് ഉണ്ട്, 2013 കമ്പനീസ് ആക്ട് ഉണ്ട്. നിലവില് കുഞ്ഞുങ്ങള് പഴയത് മറക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ പഴയത് മറക്കരുത്. എന്നാൽ പോലും 2013 കമ്പനീസ് ആക്ട് നിലവിൽ വന്നപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഈ ഫർദർ അങ്ങോട്ട് ഏത് വർഷമായാലും ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ 2013 പറയുന്നത് വേർട്ടിക്കൽ രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് വേർട്ടിക്കൽ ഫോമിലാണ്. ഈ വേർട്ടിക്കൽ എന്ന വാക്ക് എടുത്ത് പറയാൻ കാരണം തൊട്ടുമുന്നിലുള്ള കമ്പനീസ് ആക്ട് വരെ, അതായത് 2012 വരെ ഫോളോ ചെയ്തിരുന്നത് ഹൊറിസോണ്ടൽ ഫോമിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോം ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. അതുകൊണ്ടാണ് എടുത്ത വാക്ക് ഉദ്ധരിക്കുന്നത് വേർട്ടിക്കൽ ബാലൻസ് ഷീറ്റ്. സോ വേർട്ടിക്കൽ ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഒരു ഫോർമാറ്റിനെയാണ് വേർട്ടിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കാണാം. ഏതാണ്ട് 16ഓളം ഐറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പഠിക്കേണ്ടത് ഒരു 13 വരെ പ്രാധാന്യമായി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, രണ്ടാമത്തെ കാറ്റഗറി അതർ ഇൻകം, തേർഡ് കാറ്റഗറി ടോട്ടൽ റവന്യൂ. ആദ്യത്തെ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് ടോട്ടൽ റവന്യൂ കോളം. നാലാമത് വരുന്നത് നിങ്ങളുടെ കമ്പനിയിലെ ചെലവുകളാണ്. 7 കാറ്റഗറി ആയിട്ട് ആ ചെലവുകൾ തിരിച്ചിട്ടുണ്ട്. അവയെല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ആ എക്സ്പെൻസസിന്റെ സം ടോട്ടൽ എടുക്കുക. 5ാമത്തെ റോമൻ നമ്പർ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാordinary ഐറ്റംസ്. നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. നമ്മൾ ശരിക്കും ഒരു ഓർഗനൈസേഷനിലെ ലാഭം അല്ലെങ്കിൽ അതിന്റെ നഷ്ടം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളൊക്കെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയും വരവിനനുസരിച്ച് ജീവിക്കണേ എന്നുള്ളത്. ഈ വരവ് എന്ന് പറയുന്ന സാധനമാണ് റവന്യൂ. വരുമാനം അനുസരിച്ച് മാത്രം നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, കാരണം എക്സ്പെൻസ് വന്നു പോയാൽ അത് കടത്തിലേക്ക് പോകും. ഒരിക്കലും എക്സ്പെൻസ് കൂടി നിന്ന് വരുമാനം കുറഞ്ഞു നിന്ന് ജീവിക്കാൻ പറ്റില്ല. തിരിഞ്ഞു വരണം. വരുമാനം കൂടിയും ചെലവ് കുറഞ്ഞുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അപ്പോഴാണ് നമ്മൾ ഭയങ്കര സന്തോഷമാണ് അല്ലെ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ലാഭം എന്ന് പറയുന്നത്. എപ്പോഴും റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവും വന്നാൽ പ്രോഫിറ്റ് എന്നും, അല്ലെങ്കിൽ തിരിച്ചു വരും. എന്താ എക്സ്പെൻസ് കൂടി നിന്ന് റവന്യൂ കുറവാണെങ്കിൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ലോസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ പരിചിതമായിരിക്കും. മറ്റേത് എന്തായിരിക്കും? അപ്പുറത്തെ ഡെഫിസിറ്റ് വന്നാൽ അപ്പുറത്തെ വാക്ക് സർപ്ലസ് എന്ന വാക്കിനോട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റവന്യൂ കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ ഐദർ ഇറ്റ് ക്യാൻ ബി നോൺ ആസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്നറിയപ്പെടും. അതുപോലെ തിരിച്ച് എക്സ്പെൻസ് കൂടുതൽ, ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ അത് നഷ്ടമാണ്, ലോസ് ആണ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയും. ക്ലിയർ? പിന്നെ വരുന്ന കാറ്റഗറിയാണ്, അത് കഴിഞ്ഞാൽ അപ്പൊ ലാഭമാണോ നഷ്ടമാണോ അപ്പൊ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് നികുതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെ, ടാക്സ് എന്ന് പറയും. സോ ടാക്സ് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ട് ചിലപ്പോൾ റീഫണ്ട് ഉണ്ടാവാം. നമ്മൾ കൊടുത്തത് കൂടിക്കാണും ഇൻകം ടാക്സ് അതോറിറ്റീസിന്. ചിലപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ പറഞ്ഞ ബിസിനസ് ഒക്കെ വരുമ്പോഴത്തേക്ക് GST എന്ന് പറയുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആയി വരുന്ന അവസ്ഥയാണ്. സോ അങ്ങനെയൊക്കെ നികുതിയുടെ ഇത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നികുതി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. സോ മൈനസ് ഫിഗർ ആയിട്ട് വരും, കുറയ്ക്കണം. കിട്ടിയ ലാഭത്തിൽ നിന്നോ നഷ്ടത്തിൽ നിന്നോ ഒരു മൈനസ് ഫിഗർ ആയി കാണിച്ച് ബാക്കി എന്താണോ കിട്ടുന്നത്, അതൊരു പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലാഭമാണത്. മറിച്ചൊരു നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ ഒന്നുമില്ല കയ്യില്, അത് തികച്ചും എന്തായി മാറും? എക്സ്പെൻസസ് ആയി മാറും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ആദ്യം കുറെ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്യുക.
അത് കഴിഞ്ഞ് അതിന്റെ ടോട്ടൽ എടുക്കുക. രണ്ടാമത് നിങ്ങളുടെ ചെലവുകൾ എടുക്കുക. ആ ചെലവുകൾ ഓരോ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് റെക്കോർഡ് ചെയ്യുക. പിന്നെ വരുമാനത്തിന്റെ ടോട്ടലും ചെലവിന്റെ ടോട്ടലും കൂടി കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. ഓൺ ദി അതർ സൈഡ് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ നികുതിയും കൂടെ കുറച്ചു വെക്കണം. നികുതി കൂട്ടാൻ കഴിയില്ല, നികുതി മൈനസ് ചെയ്യാൻ മാത്രമേ കഴിയൂ. പ്രോഫിറ്റിൽ നിന്നോ നഷ്ടത്തിൽ നിന്നോ നിങ്ങൾക്ക് നികുതി മൈനസ് ചെയ്ത് ടാക്സ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ശരിക്കും ആ കമ്പനി ഏൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പനിക്ക് ലോസ് ആണോ എന്നറിയുന്നത് ആ രീതിയിലാണ്. സോ ദിസ് ഇസ് ജസ്റ്റ് എ ഫോർമാറ്റ് മാത്രമാണത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒന്ന് പരിചിതമായിരിക്കുക, ഒന്ന് വായിക്കുക. ഈ പ്രോഫിറ്റ് ഒന്നും ചോദിക്കില്ല, പക്ഷെ ഇതിന്റെ അകത്ത് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓരോ വാക്കുകളും ഓരോ പദങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ ഡീറ്റെയിൽ ആണ് അടുത്തത്. സോ ഇപ്പൊ ആ ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ ആദ്യത്തെ ഐറ്റം ഉണ്ടാവൂ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്? എന്താണ്? ആ വാക്കിൽ തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട്. ദൈനംദിനം നിങ്ങളുടെ കമ്പനികൾ നിങ്ങൾക്കുണ്ടാവുന്ന വരുമാന മാർഗത്തെ സൂചിപ്പിക്കുന്നതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ റവന്യൂ ഏൺഡ് ഫ്രം ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ദിവസേന നിങ്ങൾക്കുണ്ടാവുന്ന വരവിനെ സൂചിപ്പിക്കുന്നതാണ് റവന്യൂ. എക്സാമ്പിൾ അവിടെ തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി ഒരു സാധനം വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ, ഇപ്പൊ സുഡിയോ എക്സാമ്പിൾ എടുക്കാം, ടാറ്റ അല്ലെ, രത്തൻ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സുഡിയോ എന്ന് പറയുന്ന പ്രമുഖമായ ഒരു ഷോപ്പിംഗ് സ്ഥാപനം. സുഡിയോയിലെ ഗുഡ്സ് എന്ന് പറയുന്നത് അവിടെ തുണിത്തരങ്ങളാണ്, അവരുടെ സ്റ്റോക്കാണ്. അത് വിറ്റാണ് അവർക്ക് കാശ് കിട്ടുന്നത്. ആ കാശിനെയാണ് അവർ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്നും കിട്ടുന്നതാണ്, എന്നും സുഡിയോ ഓപ്പൺ ആണ്, എന്നും പല കസ്റ്റമേഴ്സും അതിൻ്റെ അകത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് എന്ന് ഈ പർച്ചേസ് നടക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, കാരണം അവരുടെ സ്റ്റോക്ക് കുറഞ്ഞു വരുന്നു, അവരുടെ വരുമാന മാർഗം കൂടി വരുന്നു. സോ ദിസ് ഇസ് വാട്ട് സെയിൽ ഓഫ് ഗുഡ്സ് റെപ്രസെന്റ്. ചിലർക്ക് അത് ആക്രിയുള്ള സാധനങ്ങൾ വിറ്റതായിരിക്കും. ആക്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പഴകിയ സാധനങ്ങൾ, പഴയ വസ്തുക്കൾ അവരുടെ കമ്പനിയിൽ കാണും. അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒക്കെ വിൽക്കാൻ പറ്റും. അതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. KSRTC അല്ലെങ്കിൽ ഓട്ടോ അവയൊക്കെ സംബന്ധിച്ചാൽ അത് സേവനങ്ങളാണ്. ഇപ്പൊ KSRTC ഒരാഴ്ച ഓടാതിരുന്നാൽ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും വരുമാനമല്ല, ചെലവാണ് അല്ലെങ്കിൽ നഷ്ടമാണ് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ KSRTC ഒരാഴ്ച ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ബിസിനസ് എന്താണ്? ദേ ആർ എക്സ്ചേഞ്ചിങ് സർവീസസ് ഫോർ ക്യാഷ് അല്ലെ. നമുക്കൊരു സർവീസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അവര് ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. നമ്മള് പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ദിവസത്തെ വരുമാനം കുറഞ്ഞു കൂടി എന്നുള്ളത്. ഇത്രയാണ് സംഭവിക്കുന്നത്. ഈ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് എത്ര ആൾക്കാർ ആ വാഹനത്തിൽ സഞ്ചരിച്ചു, ആനവണ്ടിയിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ് സെയിൽസ് സർവീസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ ബസ് ഓടുക, ആൾക്കാരെ കയറ്റുക, ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ സേവനങ്ങൾക്കുള്ള വരുമാന മാർഗം. അതൊരു ഫിനാൻസിങ് കമ്പനി ആണെങ്കിൽ, ഒരുപാട് ക്ലാസ് ഓഫ് കമ്പനീസ് അല്ലെ. ഫിനാൻസിങ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചേക്കുക, സാധാ ഒരു ചിട്ടി കമ്പനിയോ അതായത് സാധാ ഒരു ഷെയർ ഹോൾഡിംഗ് കമ്പനിയൊക്കെ ആണെങ്കിൽ റിട്ടേൺ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതല്ല. ഈ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ എക്സാമ്പിൾ പറയാൻ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ട്രേഡിംഗ് കൺസേൺസുകളാണ്, മാനുഫാക്ചറിങ് കൺസേൺസ് ആണ് എപ്പോഴും ഗുഡ്സ് വിറ്റ് കാശുണ്ടാക്കുക അല്ലെങ്കിൽ സേവനങ്ങൾ വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷെ തികച്ചും വ്യത്യസ്തമാണ് ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഡിവിഡൻഡ് കിട്ടുക ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ്, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വിറ്റ വകയിൽ അവർക്ക് ലാഭം കിട്ടുക, ചില ഫിക്സഡ് അസറ്റുകൾ, അത് എപ്പോഴും ഒന്നും സംഭവിക്കില്ല, എന്നാൽ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന റവന്യൂ. ഒരു ഫിക്സഡ് അസറ്റ് അവർക്ക് വാങ്ങിയ വിലയെക്കാളും അവർ തിരിച്ച് ആ വിലയിൽ വിൽക്കുമ്പോൾ, വാങ്ങിയത് 50,000 രൂപയ്ക്കാണ്, തിരിച്ചു വിൽക്കുന്നത് 60,000 രൂപയ്ക്കാണ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഫിക്സഡ് അസറ്റ് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ആയ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. കുറച്ചും കൂടി ക്ലിയർ ആയി പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്താണ് പ്രതിപാദിക്കുന്നത്? ഓർ വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് യുവർ നെറ്റ് സെയിൽസ് എന്നാണ്. എവിടെയെങ്കിലും ചോദ്യത്തിൽ നെറ്റ് സെയിൽസ് കണ്ടാൽ നേരെ പിടിച്ച് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ വരാൻ വളരെ വിരളമാണ് കേസ്. പക്ഷെ ചോദിക്കാം,
താഴെ തന്നിരിക്കുന്നവയിൽ ഇതിൽ ഏതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ളത്? അവിടെ എവിടെയെങ്കിലും നെറ്റ് സെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നേരെ അതിൽ കറുപ്പിക്കാം. സെയിൽ തന്നെയാണ് മക്കളെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ വരുന്നത്. അവർക്ക് കിട്ടുന്ന വരുമാന മാർഗം. അപ്പൊ തൊട്ട് താഴെ ചോദിക്കാം, അതെന്താ അതർ ഇൻകം മുകളിൽ വരില്ലേ? ഇല്ല. സാമാനങ്ങൾ വിറ്റ വകയിലുള്ള കിട്ടിയ കാശ് മാത്രമേ ഇതിൽ എഴുതാൻ പാടുള്ളൂ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതാണ് ദൈനംദിനമായിട്ട് നടക്കുന്നത്, ഡെയിലി നടക്കുന്ന ഒരു റുട്ടീൻ പോലെ നടക്കുന്നതാണ്. അങ്ങനെ കിട്ടുന്ന വരുമാനം മാത്രമേ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ കാണിക്കാവുള്ളൂ. അപ്പൊ പിന്നെ എന്താണ് അതർ ഇൻകത്തിൽ കാണിക്കുന്നത്? മറ്റുള്ള സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം, വിച്ച് ഇസ് റിസീവ് ഫ്രം അതർ സോഴ്സസ്. സാധനം വിറ്റൊന്നുമല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവയെ അതർ ഇൻകത്തിന്റെ താഴെ കൊണ്ടിടാം. അപ്പൊ ഏതൊക്കെയാണ് അതർ ഇൻകം? കമ്മീഷൻ കിട്ടുന്നത്, ബ്രോക്കറേജ് കിട്ടുന്നത്, റെന്റ്, നിങ്ങൾ ബിൽഡിംഗ് റെന്റിന് കൊടുത്തിട്ടുണ്ട്, ആ വഴിയിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടിയാൽ. ഇപ്പൊ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ വലിയ കോടീശ്വരന്മാരായിരിക്കും അല്ലെ. വേറൊരു ബിൽഡിംഗ് അവർക്ക് കാണും, ആ ബിൽഡിംഗ് അവർ വാടക ഇനത്തിൽ കൊടുക്കുന്നു, അത് മാസാമാസം വാടക കിട്ടുന്നു. തെക്കൻ കമാൻഡർ അതർ ഇൻകം. ഒരു ബിൽഡിംഗ് ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ബിൽഡിങ്സ് ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ വണ്ടികൾ ഉണ്ടാവാം, ഈ വണ്ടികൾ ഹയറിന് കൊടുത്തിട്ടുണ്ടാവാം. അതിൽ നിന്ന് കിട്ടുന്ന ഏത് ഇനത്തിൽപ്പെട്ട വരുമാനം, വാടക ഇനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവിഡൻഡ് ഇനത്തിലായിക്കോട്ടെ, കമ്മീഷൻ രൂപേണ ആയിക്കോട്ടെ, ബ്രോക്കറേജിന്റെ രൂപത്തിലായിക്കോട്ടെ, ഇവയെല്ലാം എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല, എന്നും കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നും കിട്ടാത്ത വരുമാനങ്ങൾ പലപ്പോഴും വന്നു പോകുന്നത്, ലോട്ടറി അടിക്കുന്നത് പോലും അതർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടാക്സിൽ. മറ്റുള്ള സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ക്ലിയർ. അതിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം വന്നത് ക്രെഡിറ്റേഴ്സ് റിട്ടേൺ ബാക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ണു പോണം അതിലോട്ട്. മൂന്നാമത്തെ ഉദാഹരണം ക്രെഡിറ്റേഴ്സ് റിട്ടേൺ ബാക്ക്. എന്താണത്? ക്രെഡിറ്റേഴ്സ് റിട്ടേൺ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു വരുമാന മാർഗമാവുന്നത്? എളുപ്പമാണ്. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു, കാശ് കടം കൊടുക്കാനുണ്ട്, നമ്മൾ അങ്ങോട്ടൊരു 60,000 രൂപ കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്കാണ് നമ്മൾ കാശ് കടം കൊടുക്കാനുണ്ട്. ഈ എക്സ് പറയുന്നു, വേണ്ട 40,000 രൂപ തന്നാൽ മതി, അത് വെച്ച് ഫുള്ളി സെറ്റിൽ ചെയ്യാം. ആര് ചിരിക്കും? അവൻ ചിരിക്കുമോ? ഞാൻ ചിരിക്കൂ? ഞാൻ ചിരിക്കും. കാരണം എക്സ് നമുക്ക് എഴുതി തന്ന, വേണമെങ്കിൽ പറയും ഒരു ഔദാര്യം എന്ന നിലയിൽ. 60,000 കൊടുക്കേണ്ടടുത്ത് അയാൾ ഒറ്റ ഇതിൽ പറയുന്നു, 60,000 കൊടുക്കാൻ പോയപ്പോ പറയുന്നു 40,000 കൊടുത്താൽ മതി, ബാക്കി 20,000 രൂപ ആരുടെ പോക്കറ്റിൽ കിടക്കും? എന്റെ പോക്കറ്റിൽ കിടക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാം, ഒരു ഉദാഹരണം. നമ്മൾ 60 കൊടുക്കാൻ പോയി, കഷ്ടപ്പെട്ടാണ് 60 ഒപ്പിച്ച് കൊടുക്കാൻ പോയത്. അപ്പോഴേക്കും പറയുന്നു 40 കൊടുത്താൽ മതി, 20 നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന വെച്ചാൽ ഇൻ സം ഓർ അതർ വേ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഇൻകം. നമ്മുടെ കയ്യിൽ വന്നു പോയ കാശാണ്, ഇനി ആർക്കും അത് കൊടുക്കേണ്ട, നമ്മുടെ സ്വന്തം വരുമാന കാശാണ്. അതേ ഉള്ളൂ. അപ്പൊ ക്രെഡിറ്റേഴ്സ് റിട്ടേൺ ബാക്ക് എന്നൊക്കെ പറയുന്ന കേസ് എപ്പോഴും അതർ ഇൻകത്തിൽ എപ്പോഴും സംഭവിക്കണം എന്നില്ല. എല്ലാ ക്രെഡിറ്റേഴ്സും ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല, അല്ല. അങ്ങനെ നല്ല മനസ്സുള്ള ക്രെഡിറ്റേഴ്സ് വളരെ വിരളമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇപ്പത്തെ ലോകത്തിൽ. അങ്ങനെ വരുന്നതല്ല, പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. that should be treated as under other income. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ തന്നെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. പിന്നെ നമ്മൾ കണ്ടുവന്നത് അതെ കുറെ നമ്പറുകളുള്ള അല്ലെ, ഒരു 7 എണ്ണം ഉണ്ടായിരുന്നു, 7 ഐറ്റംസ് ഉള്ള എക്സ്പെൻസസ് കോളമാണ്, ചെലവിന്റെ കോളം. എക്സ്പെൻസസിൽ ആദ്യത്തെ ഐറ്റം തന്നെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിന്റെ തർജ്ജമ ചെയ്താൽ തന്നെ എന്താണ്, നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസിന്റെ കോസ്റ്റ്. സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും? റോ മെറ്റീരിയൽസ് ആയിരിക്കും. ഇപ്പൊ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ കേക്ക് ഉണ്ടാക്കുന്നു, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഹോം ബേക്കേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അല്ലെ. അപ്പൊ അവരെ വെച്ച് തന്നെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഈ ഹോം ബേക്കേഴ്സിന്റെ കേക്കുകൾ ഉണ്ടാക്കുന്നു എന്നാൽ ഈ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങും. മെറ്റീരിയൽസ് വാങ്ങി സൂക്ഷിക്കും. ഒരു വർഷത്തുടക്കം, നമ്മുടെ അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്, അക്കൗണ്ടിങ് ഇയർ അറിഞ്ഞിരിക്കണം, അറിയാമെന്ന് വിശ്വസിക്കുന്നു. വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. 12 മാസ കാലാവധി ഉള്ളതാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നു. 12 മാസം കാലാവധി. ഏതെങ്കിലും 12 മാസം എടുത്താൽ പോരാ. ജാനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ. നമ്മുടെ വർഷം 2025 ജാനുവരി 1, 2025 തൊട്ട് ഡിസംബർ 31, 2025 എന്ന് വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഏപ്രിൽ 1, 2025 തൊട്ട്
അടുത്ത വർഷം മാർച്ച് 31, അതായത് 2026 വരെയുള്ള കാലഘട്ടവും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലെ, സാമ്പത്തിക വർഷം എന്നൊക്കെ ഇതേ എടുക്കാവുള്ളൂ. വേറെ ഏത് മാസം നിങ്ങൾ എടുത്തോളൂ, ജൂൺ 1 ജൂലൈ 31 അല്ലെങ്കിൽ സെപ്റ്റംബർ 1 തുടങ്ങി അടുത്ത 12 മാസം, അങ്ങനെയൊന്നുമില്ല. ജാനുവരി 1 to December 31 ഓർ April 1 to March 31 ഓഫ് ദ നെക്സ്റ്റ് ഇയർ. ഞാനിപ്പോ ജാനുവരി 1 എടുക്കാം, അതാണ് കുറച്ചും കൂടി എളുപ്പം. ജാനുവരി 1 നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, അവയെ വിളിക്കുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്താണോ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, പക്ഷെ നമ്മുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കാനാണല്ലേ, മൈദ, മുട്ട, വാനില എസൻസ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് കാണാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ആയിട്ട് അല്ലേ, കഴിഞ്ഞ വർഷം വെച്ചാൽ തലേ ദിവസം December 31. അത് ആ വർഷ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കാം. അതായത് ജാനുവരി 1 അലമാര തുറന്നു നോക്കുമ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. അത് വെച്ചുകൊണ്ട് ഒരിക്കലും December 31 വരെ ഓടാൻ പറ്റൂല, കച്ചവടം പൂട്ടിപ്പോവും അല്ലെ. അപ്പൊ എന്താ വെച്ചാ സ്വാഭാവികമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ഷുഡ് ബി ആഡഡ്. ഈ പർച്ചേസ് എന്ന് പറയുന്ന ഒരു 3 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോഴോ സംഭവിക്കുന്ന കാര്യമാണ്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ച് റൺ ചെയ്യാൻ പറ്റില്ലല്ലോ മക്കളെ. എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്, അപ്പൊ അതൊന്നും പറ്റില്ല. അതേ പറഞ്ഞ കച്ചവടം കൂട്ടിപ്പോവും, സ്വാഭാവികമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഷുഡ് ബി ആഡഡ്. അവസാനം എന്താണോ December 31 എന്താണോ നിങ്ങൾക്ക് ബാലൻസ് വരുന്നത്, മൈദയൊക്കെ ബാലൻസ് വരും, ആ ബാലൻസ് വരുന്നതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. 31 വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അലമാര തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, ഡേറ്റ് ശ്രദ്ധിച്ചോളേ, December 31 അലമാര തുറന്നു നോക്കുമ്പോൾ എന്തുണ്ടോ അവയെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. സോ ഇനി ഫോർമുല ഒന്ന് ആലോചിച്ചോളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് നിങ്ങൾ ശരിക്കും എന്താണ് ഉപയോഗിച്ചത് എന്നറിയാൻ കഴിയുന്നത്. ഇനി ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യില് എന്താണ് ഇപ്പം ചില നമ്മൾ വീടുകളിൽ പറയും, സാമ്പാർ പരിപ്പ് 1 കിലോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അല്ലെ, നിങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ് അവര്. ഇടയ്ക്ക് 1/2 കിലോ വാങ്ങിച്ചു, 1/2 കിലോ ഉപയോഗിച്ചു, ബാക്കി എത്രയുണ്ട് എന്ന് പറയുന്നത് ബാക്കി 1 കിലോ. അതിനർത്ഥം 1/2 കിലോ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വാട്ട് എവർ ദ മെറ്റീരിയൽസ് ബീങ് കൺസ്യൂംഡ് എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫോർമുല ചോദിക്കാം. ഒരു പ്രോബ്ലം ഒക്കെ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഏരിയ ആണ് ഈ ഒരു പ്രോബ്ലം ചോദിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് അങ്ങ് ഇട്ട് തരും, അത് നമ്മൾ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ പരിചിതമായിരിക്കണം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊന്ന് ഇപ്പോഴേ ഒന്ന് ബ്രെയിനിൽ കുത്തി വെച്ചോളൂ, പിൻ ചെയ്ത് വെച്ചോളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് ആദ്യത്തത്, എക്സ്പെൻസിൽ ആദ്യത്തത്. ചെലവാണേ, ഒരു കാര്യം ചെലവായി പോയതാണ്, കൺസ്യൂം ചെയ്തതാണ്. രണ്ടാമത്തത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് വാങ്ങുന്നവര്, സ്റ്റോക്ക് അവിടെ റോ മെറ്റീരിയൽസ് അല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡിയോയിൽ സാധനം എത്തിക്ക്, തുണി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ തുണി അയ്യോ സ്റ്റോക്ക് തീർന്നു പോയി എന്ന് വെച്ചാൽ അവിടെ തുണി അവൈലബിൾ ആയിട്ടില്ല എന്നാണ് അർത്ഥം. അത് ആ തുണിയാണ് അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റുഡിയോനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ നിങ്ങൾ ഓരോ ഓർഗനൈസേഷൻസ് എടുത്തോളം നമ്മൾ ഒറ്റപ്പുറത്തെ കടകൾ എടുത്തോണം. ഈ കടകളിലെല്ലാം സാധനം ഇല്ല എന്ന് പറയുന്ന കാരണം ആ ഒരു സാധനം ഇല്ല എങ്കിൽ ആ സാധനം എന്ന് പറയുന്നതാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് അവർക്കില്ല എന്നതാണ് അല്ലേ. സോ അതാണ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക്. നിങ്ങളുടെ ഗുഡ്സിനെ തന്നെയാണ് അവിടെ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തതും ഒരു കുഞ്ഞു ഫോർമുലയാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററിയിൽ ഉണ്ടാവുന്ന മാറ്റം. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ അറിയാൻ കഴിയും നെഗറ്റീവ് ഫിഗർ ആണോ പോസിറ്റീവ് ഫിഗർ ആണോ. നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നതെങ്കിൽ സാധനം ഇല്ലെന്നാണ് അർത്ഥം. മറിച്ച് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തോ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എന്താ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്? നേരത്തെ പറഞ്ഞതുപോലെ പേരിൽ തന്നെ വളരെ വ്യക്തമാണ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. അതെ, തൊഴിലാളികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തൊഴിലാളികൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് അല്ലെ, ഇൻ ദ ഫോം ഓഫ് സാലറി, ഇൻ ദ ഫോം ഓഫ് വേജസ്, വേതനമായിട്ടോ ശമ്പളമായിട്ടോ മെഡിക്കൽ എക്സ്പെൻസസുകളായിട്ടോ
നമ്മൾ പലരും അത് മേടിക്കുന്നവരായി. സോ എനി പേയ്മെന്റ് വിച്ച് ഇസ് മെയ്ഡ് ടു ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ്, തൊഴിലാളികളുടെ ബെനിഫിറ്റിന് വേണ്ടിയോ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഉപയോഗത്തിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റുകളെ വിളിക്കുന്നതാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസ് ആണ്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം ചെലവാണ്, കയ്യിൽ വരുന്നതെല്ലാം വരവാണ്, അല്ലെ? റവന്യൂ എന്ന് ആദ്യമേ പഠിച്ചു. ഇത് നമുക്ക് എക്സ്പെൻസ് ആണ്. നമ്മളാണല്ലോ ശമ്പളം കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മേജർ എക്സ്പെൻസ് എന്ന് പറയുന്ന കമ്പനികൾക്ക് ശമ്പളമാണ്, അവർ എംപ്ലോയീസിന് കൊടുക്കുന്ന ശമ്പളമാണ്. അപ്പൊ അതിൽ ഏതൊക്കെ രീതിയിൽ കൊടുക്കും എന്ന് വെച്ചാൽ സാലറി ആയിട്ട് കൊടുക്കാം, മാസാമാസമുള്ള ശമ്പളം, വേജസ്, ദിവസ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന വേതനം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന വേജസ്, ലീവ് എൻകാഷ്മെന്റ് സാലറി. ഈ പദം നിങ്ങൾ ഇൻകം ടാക്സിലൊക്കെ കേൾക്കാൻ ഇടവരും. ലീവ് എൻകാഷ്മെന്റ് സാലറി. നിങ്ങളൊക്കെ എംപ്ലോയീസ് ആണെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ലീവ് എൻകാഷ്മെന്റ് സാലറി. നമ്മൾ ഒരു സർവീസിലിരിക്കുമ്പോൾ നമ്മൾ ലീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചില സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാല് നമ്മള് ലീവ് ഉണ്ട്, ഇത്രയും ലീവ് എടുക്കാമെന്ന് പറയും. ഇൻ കേസ് നമ്മൾ ആ ലീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് അവർ കാശ് ഇങ്ങോട്ട് തരും. അതായത് നന്നായിട്ട് പണിയെടുത്തു എന്നാണ് അർത്ഥം. 100% നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻകാഷ് ചെയ്ത് കിട്ടുന്നത്. ലീവ് എടുത്തിട്ടില്ല, ആ ലീവിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻകാഷ് ചെയ്യാൻ കഴിയും, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. സോ അത് ലീവ് എൻകാഷ്മെന്റ് സാലറിയിൽ വരും. ഇൻകം ടാക്സിൽ വരുന്ന ഒരു പദമാണത്. അതിനെ ദാറ്റ് ഇസ് ഗിവൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി എംപ്ലോയീസ്, തൊഴിലാളികളുടെ ബെനിഫിറ്റിന് വേണ്ടി. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഉള്ള ലീവ് ഒന്നും എടുക്കാതെ സൂക്ഷിച്ച് അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. എന്തിനാണ്? ഈ ലീവ് എല്ലാം കൊടുത്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഡേയ്സിന് എന്ത് ചെയ്യാൻ? ശമ്പളം വാങ്ങാനായിട്ട്. പിന്നെ വരുന്നത് കോൺട്രിബ്യൂഷൻ എക്സ്പെൻസസ്, സ്റ്റാഫ് വെൽഫെയർ ഫണ്ടുകൾ, മെഡിക്കൽ എക്സ്പെൻസസ്, ഫാമിലിക്കും നമുക്കും. ആരാണോ എംപ്ലോയിക്കും എംപ്ലോയിയുടെ ഇമീഡിയറ്റ് ഫാമിലിക്കും, അമ്മയ്ക്കും അച്ഛനും, അല്ലെ, ഭാര്യ ഭർത്താവ്, അങ്ങനെ കുഞ്ഞുങ്ങൾ. അപ്പൊ ആ ഒരു ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉള്ള ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്ന മെഡിക്കൽ എക്സ്പെൻസസ്, അല്ലെ, മെഡിക്കൽ വൗച്ചേഴ്സ് ഒക്കെ കൊടുക്കും. പിന്നെ ക്യാൻറ്റീൻ എക്സ്പെൻസസ്, വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കുന്നതിന് കമ്പനി തന്നെ അതിന് ചെലവ് ചെയ്യും. പോയി കുടിച്ചോളൂ, ഈ ഒരു വൗച്ചർ കാണിച്ചാൽ മതി എന്ന് പറയും. അതിനർത്ഥം കാശ് ആര് കൊടുക്കും? കമ്പനി കൊടുത്തോളും, നമ്മുടെ പോക്കറ്റിൽ നിന്നാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയീസിന് കിട്ടുന്ന രീതിയാണ്. അത് ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കമ്പനിയാണ്. സോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസസ് ആണ്. ഇങ്ങനെ വേജസ് എന്നോ സാലറി എന്നോ ലീവ് എൻകാഷ്മെന്റ് സാലറി എന്നോ ക്യാൻറ്റീൻ എക്സ്പെൻസസ് എന്നോ പ്രൊവിഡന്റ് ഫണ്ടോ, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് കാറ്റഗറിയിൽ വരും. അഞ്ചാമത്തത് ഫിനാൻസ് കോസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്താ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പല പരീക്ഷകളിലും. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫിനാൻസ് കോസ്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു. ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്, കമ്പനിയാണ്, മനുഷ്യന്മാരാണെങ്കിൽ പോലും ഫണ്ട് റേസ് ചെയ്യാറുണ്ടല്ലേ എന്തെങ്കിലും. അതുപോലെ കമ്പനികൾ മനുഷ്യന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയും കമ്പനികളാണ്. കമ്പനികൾക്ക് കാശിന് അത്യാവശ്യം വരുമ്പോൾ അവർ ഫണ്ട് റേസ് ചെയ്യും. ഫണ്ട് റേസ് ചെയ്യുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടോ, ഡിബഞ്ചറുകൾ എടുത്തിട്ടോ, കടപ്പത്രങ്ങൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ചെലവ്, അത് ഇൻട്രസ്റ്റ് ആയിരിക്കാം, പലിശ. നമ്മളാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു ലോൺ എടുക്കുന്നു, ചുമ്മാ പോയാൽ ലോൺ കിട്ടില്ല, അല്ല, ഇൻ കേസ് ലോൺ കിട്ടിയെന്ന് തന്നെ ഇരിക്കുക, ചിരിച്ചോണ്ട് എല്ലാ മാസവും ഇരിക്കാൻ പറ്റുമോ? ഇല്ല. മാസാമാസം കൃത്യമായിട്ടും ഈ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തതെങ്കിൽ കൃത്യമായിട്ടും പലിശ അടയ്ക്കണം. ആ പലിശ എന്ന് പറയുന്ന വാക്കിനാണ് ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ സച്ച് ഇൻട്രസ്റ്റ് ഇസ് എൻ എക്സ്പെൻസ്, ഇറ്റ് ഇസ് എ കോസ്റ്റ്. അപ്പൊ ഒരു കമ്പനി ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുബന്ധമായിട്ടും ആനുപാതികമായിട്ടും എന്ത് കാണും? പലിശ അടയ്ക്കേണ്ടി വരും. അത് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫണ്ട് റേസ് ചെയ്തു, ലോൺ എടുത്തു, ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ലോൺ എടുക്കുന്നത്. അപ്പൊ അതിന് ഇതായിട്ട് എന്ത് കാണും? പലിശ. അപ്പൊ അതൊരു ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫണ്ട് റേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചെലവ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിബെഞ്ചേഴ്സ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ്. ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് വരുന്നത് ബ്രോക്കറേജ് ഒക്കെയാണ്, ഒരു ഇടനിലക്കാരന് കൊടുക്കേണ്ടി വരുന്ന ഒരു ഇന്റർമീഡിയറി നമുക്കിടയിൽ കാണും.
അവന് നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊടുക്കേണ്ടി വരും. അതൊക്കെ ഷെയർ ഇഷ്യൂ എക്സ്പെൻസസിൽ വരാം. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഇഷ്യൂസ് ചെയ്യുന്ന സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് തന്നെ ഒരു ഫിനാൻസ് കോസ്റ്റ് ആണ്. ഇങ്ങനെ പലിശ രൂപേണ ഇൻട്രസ്റ്റ് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പ കറക്കി കുത്തിക്കോണം, അത് ഒരു ഫിനാൻസ് കോസ്റ്റ് ആണ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് എപ്പോഴും എന്താണ്, പലിശ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോമൺ എക്സ്പെൻസ് ആണ് ഫിനാൻസ് കോസ്റ്റ്. അത് ഏത് ഇനത്തിൽ വേണമെങ്കിൽ വരാം, അത് ഡിപ്പെൻസ്. നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ?